ബ്രോ എങ്ങനെയുണ്ട് നാരങ്ങ വെള്ളം? ബോളിയോ? ബോളിയല്ലേ? ഇവിടുത്തെ ബോളിയും നാരങ്ങ വെള്ളമാണ് ഇവിടുത്തെ മെയിൻ. ഹലോ ഗൈസ്, നമുക്കിന്നൊരു ആണി സോഡ കുടിച്ചാലോ? ആണി സോഡ കിട്ടുന്ന ഒരു കടയുണ്ട് ചാരമൂട്ടിൽ. അപ്പോൾ ഗൈസ്, ഇതാണ് ആണി സോഡ കിട്ടുന്ന കുഞ്ഞു കട കേട്ടോ. നമുക്ക് ആ കടയിലോട്ടൊന്ന് ചെല്ലാം. ഇവിടുത്തെ ബോളി എങ്ങനെയുണ്ട്? ബോളി ഫേമസ് അല്ലേ? ഇവിടുത്തെ ബോളി അടിപൊളി ബോളിയാണ് ഇവിടുത്തെ നാരങ്ങ വെള്ളം എങ്ങനെയുണ്ട്? ഇവിടുത്തെ ബോളിയും നാരങ്ങ വെള്ളമാണ് ഇവിടുത്തെ മെയിൻ. അടിപൊളിയാ. പിന്നെ സ്ഥിരം കുടിക്കാറുണ്ടോ? കുടിക്കാറുണ്ട്. ബ്രോ എങ്ങനെയുണ്ട് നാരങ്ങ വെള്ളം? ബോളിയോ? ബോളിയല്ലേ? പേരെന്തുവാ? അസ്ലാം. എവിടെ വീട്? സ്ഥിരം കുടിക്കാറുള്ള? അപ്പോൾ ഗൈസ്, ഒരു ഫുൾ നാരങ്ങയാണ്, ഒരു നാരങ്ങ വെള്ളം പിഴിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ നാരങ്ങ മുറിച്ചിട്ട് തട്ട ഉപ്പൊക്കെ പുരട്ടിയിട്ട് ഗ്ലാസ്സിലിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് ആ തോടൊക്കെ അതിനകത്തോട്ട് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് എരിവ് വേണോ വേണ്ട എന്നൊക്കെ ചോദിക്കും. എരിവ് വേണ്ടവർക്ക് എരിവ് കൊടുക്കും. എന്നിട്ട് ആ സോഡ പൊട്ടിക്കുന്ന സ്റ്റൈലൊക്കെ ഒന്ന് നോക്കി. ആണിയിൽ കുത്തിയാണ് സോഡ പൊട്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആണി സോഡ എന്നറിയപ്പെടുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങളവിടെ ചെന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഈ മഴയത്തും ഒരുപാട് ആളുകൾ അവിടെ നാരങ്ങ വെള്ളം കുടിക്കാൻ വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. രണ്ടാമത്തെയാണ് കുടിക്കുന്നത് കേട്ടോ. വലിയൊരു നാരങ്ങയാണ് പിഴിഞ്ഞിരിക്കുന്നത്. നല്ല അടിപൊളി എരിവും നല്ല ഉപ്പും പുളിയും നല്ല കസ്കസൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ നാരങ്ങ വെള്ളമാണ്. എന്നാ പേരെന്തോ? എൻ്റെ പേര് വിഷാദ്. എത്ര വർഷമായി കട തുടങ്ങിയിട്ട്? കട തുടങ്ങി വെച്ചാൽ ഒരു 40 വർഷമായി. 40 വർഷമായല്ലേ? എന്തൊക്കെയാ ചേർക്കുന്നേ? ഇതിന്റെ പഞ്ചാര, കസ്കസ്, പിന്നെ ചെറിയ നമ്മുടെ ഒരു കൂട്ടെന്തോ? കൂട്ട് പൊളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോളി ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണോ? നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്നതാണോ? പക്കാ പൊളിയാണ്. എന്തോ വിലയാ നാരങ്ങ വെള്ളത്തിന്? എന്താ വിലയാ? 25 രൂപ. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ ബോളി സൂപ്പറാണ്. നാരങ്ങ വെള്ളം അതിലേറെ അടിപൊളിയാണ്. കുടിക്കുന്നവൻ്റെ വയറും നിറയും മനസ്സും നിറയും. അപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഈ കടയിൽ കയറി ഈ വെള്ളം ഒന്ന് കുടിച്ച് നോക്കണം. നല്ല അടിപൊളി വെള്ളമാണ്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് ചാരമൂട്ടിൽ നിന്നും ചെങ്ങന്നൂർ പോകുന്ന വഴിയാണ്. ചാരമൂട് സിഗ്നലിൻ്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ മുന്നോട്ട് പോയി ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം.